ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഈ സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ വേറെ രീതിയിലാണിത് ഫ്രൈ ചെയ്യുന്നത്. ഇത് നമുക്ക് പുറത്തെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ മീൻ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മീനാണ് കേട്ടോ അത്. ഇതിൽ വിറ്റാമിൻ B6 ഉണ്ട്, B12 ഉണ്ട്, D ഉണ്ട്. പിന്നെ ഇത് കഴിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളെ ഹാർട്ട് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. ഈ ഫിഷ് ശുദ്ധജലത്തിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ സാൽമൺ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദ ആണ്. ഇത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം മൈദ. പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. നിങ്ങൾക്ക് ഈ പീസ് ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തിട്ട് തേച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ ഒരു സെയിം വലുപ്പത്തിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് പാൻ ചൂടാകുമ്പോൾ ഇത്തിരി ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സാൽമൺ അതിൽ വെച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി, കാരണം ഇത് വേഗം നമുക്ക് കുക്കായി കിട്ടും. ഈ സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി ആക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. ഇപ്പോൾ ഇത് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറൊക്കെ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ വരുന്ന വരെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ സാൽമൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.